بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: المؤمن القوي خير وأحب إلى الله من المؤمن الضعيف وفي كل خير. أبو هريرة رضي الله عنه ഉദ്ധരിക്കുന്ന ഹദീത്ത്. അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തവാനായ മുഅ്മിനാണ്. ഖൈറുൻ വ അഹബ്ബു, ഖൈറായതും വ അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ടതും, മിനൽ മുഅ്മിനിൽ ദഈഫ്, ബലഹീനനായ മുഅ്മിനേക്കാൾ. അവ ആരോഗ്യമുണ്ട്, ഓരത്തിന് എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുള്ള ആൾ, ഒന്നും ചെയ്യാതെ ഒരു മൂലക്കിരിക്കുന്ന ആളല്ല. വഫീ കുല്ലിൻ ഖൈർ, എല്ലാവരിലും ഖൈറുണ്ട്, കാരണം മുഅ്മിനാണല്ലോ, തൗഹീദാണല്ലോ. എല്ലാത്തിലും ഖൈറുണ്ട്. പക്ഷെ അള്ളാഹുവിന് ഏറെ ഇഷ്ടവും ഏറ്റവും ഖൈറായത് അൽ മുഅ്മിനുൽ ഖവി, മടിയില്ലാതെ ഉത്സാഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. ഇഹ്രിസ് അലാ മാ യൻഫഉക, ഇഹ്രിസ്, നീ പരിശ്രമിക്കുക, ആഗ്രഹിക്കുക. അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്താണ് ഉപകാരമുള്ള കാര്യങ്ങൾ, അത് നമ്മൾ നേടിയെടുക്കണം, ചെയ്യണം ദുനിയാവിൽ. വസ്തഇൻ ബില്ലാഹി, അതിന് നീ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും വേണം. അള്ളാഹുവിനോട് സഹായം ചോദിച്ചിട്ട് നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നീ നേടിയെടുക്കണം, അത് ചെയ്യണം, നിന്റെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കണം ദുനിയാവിൽ. വലാ തഅജിസ്, നീ അശക്തനാകരുത്. ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, ആവൂല എന്ന് പറഞ്ഞിട്ട് മൂലക്കിരിക്കാൻ പാടില്ല, ഒന്നും കയ്യില പറഞ്ഞിട്ട് മാറിയിരിക്കാൻ പാടില്ല. എല്ലാത്തിലും, എല്ലാ ഖൈറിലും, എല്ലാ നന്മയിലും മുന്നിട്ടിറങ്ങുക, കൈയിൻ്റെ പരമാവധി ചെയ്യുക, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. വഇൻ അസാബക ഷൈഉൻ ഫലാ തഖുൽ, ഇനി നിനക്ക് എന്തെങ്കിലും ബാധിച്ചാൽ, എന്തെങ്കിലും ആയാൽ, ഫലാ തഖുൽ, നീ പറയരുത്, ലൗ അന്നി ഫഅൽതു കദ കാന കദ, ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന വാക്ക് നീ പറയരുത്. കാരണം വലാകിൻ, പക്ഷെ ഖുൽ, നീ പറയണം, ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അള്ളാഹു തീരുമാനിച്ചു, അള്ളാഹു പ്രവർത്തിച്ചു, അങ്ങനെ പറയണം. ഈ എന്തെങ്കിലും സംഭവിച്ചു, നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചു, അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നുള്ളൊരു വാക്ക് പറയരുത്. കാരണം ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, ഈ ലൗ എന്ന വാക്ക്, അവ ആയിരുന്നെങ്കിൽ, ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന വാക്ക് പിശാചിൻ്റെ പ്രവർത്തനത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. എല്ലാം അള്ളാഹിൻ്റെ തീരുമാനമാണ്. അപ്പം ആ രീതിയിൽ ഖദ്ദർ അള്ളാഹു വമാ ശാഅ ഫഅൽ, അള്ളാഹു തീരുമാനിച്ചു, അള്ളാഹു അത് ചെയ്തു എന്ന് പറഞ്ഞ് അതിൽ അള്ളാഹുവിൻ്റെ ഖദറുമായിട്ട് മുഅ്മിൻ ബന്ധിപ്പിക്കണം. അവന് കഴിയുന്ന പരമാവധി അവൻ എന്ത് ചെയ്യണം, ചെയ്യണം. അതിന് അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. അങ്ങനെ കുറേ അധ്വാനിച്ചു, പ്രയത്നിച്ചു, അള്ളാഹുവിനോട് സഹായം ചോദിച്ചു, പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം മറുത്താണെങ്കിൽ നിരാശ പ്രകടിപ്പിക്കരുത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയരുത്, മറിച്ച് അള്ളാഹു തീരുമാനിച്ചു, അള്ളാഹു അത് ചെയ്തു. അതെല്ലാം ഖൈറാണ് മുഅ്മിനീങ്ങൾക്ക്. അതാണ് ഒരു മുഅ്മിനിൻ്റെ രീതി. അതാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടതും ഖൈറായ മുഅ്മിനും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതാണ് ഈ ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത്. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.